പാലായിൽ നഗരസഭ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. പൊതുസമൂഹം ചോദിക്കാൻ തുടങ്ങി, പാലായിൽ ഒരു ഭരണസമരം വന്നിരിക്കുന്നു, നിങ്ങൾക്ക് എന്നോട് ധാർമ്മിക ഉത്തരവാദിത്തമില്ലേ എന്ന് ചോദിച്ചതുകൊണ്ട് അവർ 6 പേര് അവർ അവിശ്വാസം പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രമേയത്തിന് മുതിർന്നിരിക്കുന്നത്. അല്ലല്ല, അതില്ല. അത് ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു കാരണവശാലും സ്വതന്ത്ര മുന്നണിയുടെ പരോക്ഷമായ പിന്തുണ മേടിച്ചു പോലും ഞങ്ങൾ പറഞ്ഞിട്ട് വരികയല്ല. അല്ല, കോൺഗ്രസ് ഞാൻ പറഞ്ഞ ഒരു കാരണവശാലും ഞങ്ങൾ പറഞ്ഞിട്ട് വരത്തില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞ ഒരു അനീതിക്കുള്ള പോരാട്ടം, ഇവിടെ ഒരു കാവ്യനീതിയുണ്ട്, ആ കാവ്യനീതി നടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ സ്വാഭാവികമായിട്ട് ഈ അവിശ്വാസത്തിനോട് വന്ന കാരണം പാലായിൽ 6 മാസമായിട്ട് ഭരണസമരമാണ്. നിങ്ങൾക്കറിയാം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചിട്ട് 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ നിർബന്ധം കഴിഞ്ഞാൽ വിളിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി. അതോടൊപ്പം തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളെ സംബന്ധിച്ച് ഒരു പ്രവൃത്തി ഇവിടെ നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ സീനിയർ കൗൺസിലർമാർ, മുൻ ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള സീനിയർ കൗൺസിലർമാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യന് മറുപടി പോലും പറയുന്നില്ല. അങ്ങനെ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെ പ്രധാനപ്പെട്ട ഫയലുകൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ആണ് ഞങ്ങളിത് ക്ഷമിച്ചും സഹിച്ചും ഒക്കെ മുന്നോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് ഇനി പാലായിക്ക് അങ്ങനെ ഒരു പാലായി അനാഥത്തിലേക്ക് വിടാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തീർച്ചയായിട്ടും അവിശ്വാസത്തിന് നോട്ടീസ് കൊടുത്തും അതിന് മുൻകൈ എടുത്തു. എതിർത്ത് നിൽക്കുന്ന കോൺഗ്രസ്സുകാർ അവരുമായിട്ടുള്ള ഒരു കൂടിച്ചേരലാണ്. കോൺഗ്രസും കേരള കോൺഗ്രസും, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ധാരണയുണ്ടോ? ഒരു ധാരണയില്ല. നിലവിൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ധാരണയില്ല. ഞങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു ഭരണം വരണം. ആ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഭരണം വരിക എന്നുള്ള. അപ്പൊ അതിനുവേണ്ടി ഇപ്പോഴത്തെ ഭരണസമിതി പോയാൽ പാലാ നഗരസഭയ്ക്ക് അത് നഷ്ടമാണ്. അതിന്റെ കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ. ഇല്ല, ഒരു കാരണവശാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഭരണത്തിലേക്ക് വരാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ഭരണം പിടിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ഈ അവിശ്വാസം കൊടുത്തിരിക്കുന്നത്. പാലായുടെ ആ സ്തംഭനാവസ്ഥ ഒഴിവാക്കാൻ ഞങ്ങൾക്ക് ഒരു ധാർമ്മികമായ കടമയുണ്ട്. ആ ധാർമ്മികമായ കടമയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരു കാരണവശാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ടാകത്തില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പരോക്ഷമായിട്ട് പറഞ്ഞല്ലോ, പരോക്ഷമായിട്ട് പോലും അവരുടെ പിന്തുണ മേടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം അല്ല, അത് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അടുത്ത ചെയർപേഴ്സൺ ആരാണ് എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരെ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ വരുമ്പോഴേ നമുക്ക് അതിനെപ്പറ്റി പറയുന്നുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് അതെ ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ആ സ്വതന്ത്രം അതൊരു കുടുംബ കൂട്ടായ്മയാണ്. സ്വതന്ത്രം എന്ന് പോലും പറഞ്ഞു, ആ കുടുംബ കൂട്ടായ്മയായിട്ട് ചേർന്ന് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എല്ലാ സ്വതന്ത്രന്മാർ വന്നാലും സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ LDFന് 12 കൗൺസിലർമാരേ ഉള്ളൂ. ആ 12 കൗൺസിലർമാരെന്ന് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു പിടിച്ചാലും സ്വാഭാവികമായിട്ട് ഞങ്ങൾ അജണ്ടകളൊക്കെ വരുമ്പോൾ പാസ്സാകണ്ടേ, 14 പേര് വേണ്ടേ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സ്റ്റേബിളായിട്ടൊരു ഇതിലേക്ക് പോകാനാണ് താല്പര്യം. അതായത് വീണ്ടും ഒരു ഇതിലേക്ക് വന്നിട്ട് വീണ്ടും എന്തോ വഴക്കും ഇതുമായിട്ട് പോകാനോ അനിശ്ചിതത്വം ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അല്ല, ആ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാലോ, ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ സംബന്ധിച്ച് പ്രതിപക്ഷമായിരുന്നപ്പോഴും ക്രിയാത്മക പ്രതിപക്ഷമല്ലേ. അപ്പം ആരും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ വിമർശിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ വിമർശിക്കും. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ആ ഒരു വിഷയം വരുന്നില്ലല്ലോ. ഇപ്പൊ കോൺഗ്രസിന്റെ ഒരാള് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് കഴിഞ്ഞാൽ അവരെ പിന്തുണയ്ക്കും. അല്ല, അത് ഞാൻ പറഞ്ഞില്ല. ഞങ്ങളെ സംബന്ധിച്ച് അത് ഇപ്പം പറയുന്ന സാധനമല്ല. ഞങ്ങളെ സംബന്ധിച്ച് അത് വരുന്ന രാഷ്ട്രീയ സാഹചര്യം നോക്കി മാത്രമാണ് ഞങ്ങളുടെ അഭിപ്രായം പറയുക. അല്ല, സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. 6 പേരും അവർ ശരിക്കും പറയാം 6 പേരും പിന്തുണയ്ക്കേണ്ടതല്ലേ. സ്വാഭാവികമായിട്ട് അവരല്ലേ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ ബാക്കി നിൽക്കുന്ന ആൾക്കാരിലും ചിലർക്കൊക്കെ അതൃപ്തിയുള്ളവരുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് നമുക്കിപ്പം പ്രെഡിക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് അത് പ്രതീക്ഷിക്കണമല്ലോ. അവിശ്വാസം 100% പാസ്സാവുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, പാർട്ടി നിലപാട് തീർച്ചയായിട്ടും പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ടും ആലോചിച്ച് തന്നെയാണ്. ബഹുമാനപ്പെട്ട ജോസ് കെ മാണി തന്നെ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു വളഞ്ഞ വഴിയോടെ ഭരണം പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ വിഷയം അദ്ദേഹം പ്രാദേശിക നേതൃത്വം അത് ആലോചിച്ചെടുക്കാനാണ് ഞങ്ങളെ അറിയിച്ചത്. അതും പ്രകാരമാണ് ഞങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.